വണക്കം, ദിസ് ഈസ് Travcup. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ അമർത്തി പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. സ്റ്റേ അപ്ഡേറ്റ് വിത്ത് Travcup. ഞാനിപ്പോൾ നിൽക്കുന്നത് വർക്കലയാണ്. ട്രിവാൻഡ്രത്തുള്ള വർക്കലയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞ് വർക്കല എങ്ങനെ ഉണ്ടെന്ന് നോക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് വർക്കല ഒന്ന് കാണാം. അതേപോലെ വർക്കല വരുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട, അതായത് ഞാനും ആർദ്യം വരുമ്പോൾ ഒരു ഇഷ്ടപ്പെട്ട, ഇവിടെ വന്നാൽ മസ്റ്റായിട്ട് പോകുന്ന ഒരു കഫേ ഉണ്ട്, കഫേ ഇറ്റാലിയാനോ. അപ്പോൾ ഞാൻ ഇന്ന് കഫേ ഇറ്റാലിയാനോ കൂടി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വർക്കല ഒന്ന് കാണാം. ഈ വർക്കല ക്ലിഫിൻ്റെ അവിടെ ഒത്തിരി ഷോപ്സ് ഉണ്ട്, കുറേ കഫേസും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. അപ്പം നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം ഏതൊക്കെ റെസ്റ്റോറൻറ്റ് തുറന്നു എന്ന് അറിയില്ല. എന്നാലും ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, ഒത്തിരി വണ്ടികളും ഒത്തിരി ടൂറിസ്റ്റും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ക്ലിഫിൻ്റെ അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ കഫേയാണിത്. അത് പൂട്ടി, അതിപ്പോൾ ഇല്ല. മിക്ക ഷോപ്സും ക്ലോസ്ഡ് ആണ്. ടൂറിസം ഒക്കെ ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി അഫക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും അവർ ക്ലോസ് ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന ഒരു അടിപൊളി കഫേ ആയിരുന്നു, നല്ല കഫേ ആയിരുന്നു. ഞാൻ പോകുന്ന വേറൊരു കഫേയിലാണ്. അത് നല്ല ഒത്തിരി ഫോറിനേഴ്സൊക്കെ വരുന്നൊരു കഫേ ആയിരുന്നു. അത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ ഷോപ്സൊക്കെയാണ് ക്ലോസ് ചെയ്തിടത്തോളം ഉണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ഈ ക്ലിഫ് വഴി നടന്നിട്ട് തിരിച്ചു പോകുമായിരിക്കും. ഇവിടെ റെസ്റ്റോറൻറ്റിലോ കഫേയിലോ കയറണമെന്നില്ല, വീണ്ടും മുന്നോട്ട് പോകണം. നമുക്ക് നോക്കാം. ചില കടകൾ റിനോവേഷനും കൂടിയാണ്, അതോടൊപ്പം ക്ലോസ്ഡ് ആയിട്ട കടകളും ഉണ്ട്. ഇവിടെ ബീച്ചിലോട്ട് ഇപ്പോൾ എൻട്രി ഇല്ലെന്ന് തോന്നുന്നു, ആരും ബീച്ചിലില്ല. അതോടൊപ്പം തന്നെ കടൽ ഒത്തിരി കയറിയിട്ടുണ്ട്. ഞാൻ മുമ്പൊക്കെ വരുമ്പോൾ നല്ല ഇറങ്ങി എന്താ പറയുക, വിസ്തരിച്ച് കളിക്കാനും ഓടാനൊക്കെ സ്ഥലമുണ്ട്. ഇപ്പോൾ ഒത്തിരി കുറഞ്ഞു. അതോടൊപ്പം ഇപ്പം ആരെയും അങ്ങോട്ട് വിടുന്നതുമില്ല. മിക്ക കടയും ക്ലോസ്ഡാണ്. എനിക്ക് 1-2 റെസ്റ്റോറൻറ്റ് ഞാനിപ്പോൾ കണ്ടുള്ളൂ തുറന്നിരിക്കുന്നത്. ആ തുറന്നിരിക്കുന്നതിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് കഫേ ഇറ്റാലിയാനോ അപ്പോൾ പോകാം. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഇപ്പോൾ വർക്കിംഗ് ആണ്. അത്യാവശ്യം ആൾക്കാരുണ്ട്, കഴിക്കാനും കോഫി കുടിക്കാനൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. വർക്കല നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഒത്തിരി ഫോറിനേഴ്സൊക്കെ വരുന്ന ഒരു നല്ല ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഡിസംബറിലൊക്കെയാണ് ഇവിടെ ഏറ്റവും പീക്ക് സീസൺ. ബട്ട് ഇപ്പോൾ എന്താ പറയുക, ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ ടൂറിസം സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ ആൾക്കാർ വരുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഫോറിനേഴ്സൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. എനിക്കൊന്നും ഇവിടെ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് ഇവിടെ അകപ്പെട്ട് പോയതായിരിക്കാം. ആണോ, ബീച്ചൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്, അതുകൊണ്ട് ആരെയും വിടുന്നൊന്നുമില്ല. ഞങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ വരുമ്പോൾ താമസിക്കുന്ന ഒരു ഹോട്ടലാണിത്, ഗ്രീൻ പാലസ് ക്ലിഫിനടുത്തുള്ള ഹോട്ടലാണ്. ക്ലോസ്ഡാണ്. പ്ലസ് അവർ റിനോവേഷനായി ചെയ്യുന്നത്. നല്ല റെസ്റ്റോറൻറ്റും നല്ലൊരു റൂംസൊക്കെ ഉള്ള ഹോട്ടലാണിത്. കംപ്ലീറ്റ് റിനോവേഷനാണ്.
അപ്പോൾ അറ്റ് ലാസ്റ്റ് വി റീച്ച്ഡ് കഫേ ഇറ്റാലിയാനോ. ഇതാണ് കഫേ ഇറ്റാലിയാനോ. ഈ കാണുന്നതാണ് ഒരു അടിപൊളി കഫേയാണ്. അപ്പോൾ നമുക്കിനി കഫേ ഇറ്റാലിയുടെ ഉള്ളിൽ കയറാം. ഇവിടെ ഫുൾ ബുക്സാണ്. ഇവിടെ വരുന്നവർക്ക് വായിക്കാനായിട്ട് ബുക്സ് അവർ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ടാവും. ഫുൾ ബുക്സാണ്. ഫോറിനേഴ്സൊക്കെ ഇവിടെ വന്നിട്ട് ഒരു ബുക്സൊക്കെ വായിച്ചിട്ട് കോഫിയൊക്കെ കുടിച്ച് റിലാക്സ് ആയിട്ടാണ് അത്ര നല്ലൊരു ഫെസിലിറ്റിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അപ്പോൾ കഫേ ഇറ്റാലിയനോയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ മെനു ഒക്കെ നോക്കാം. അത്യാവശ്യം ഇവിടെ ആൾക്കാരുണ്ട്. ഞങ്ങൾ മുമ്പ് വന്നപ്പോൾ ഇവിടുത്തെ ഗ്രിൽസൊക്കെയാണ് നല്ല ഇഷ്ടമുള്ളത്. ഇഷ്ടപ്പെട്ട കുറേ ഗ്രിൽസൊക്കെയാണ്. ഗ്രിൽസ്, ലസാനെ, ഇങ്ങനത്തെ നല്ല അടിപൊളി ഡിഷസാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഞാനിപ്പോൾ ഓർഡർ ചെയ്തത് ചിക്കൻ ലസാനി ആൻഡ് 2 കോഫിയാണ്, ക്യാപിച്ചിനോ കോഫി. ഇവിടുത്തെ ലസാന നല്ല ലസാനയാണ്, ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലസാന ഓർഡർ ചെയ്തത്. പിന്നെ എനിക്ക് തോന്നുന്നു രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ ഗ്രിൽഡ് ഐറ്റംസൊക്കെ ഉണ്ട്. നല്ല ഗ്രിൽസാണ്, ചിക്കൻ ഗ്രില്ലൊക്കെ നല്ല അടിപൊളി ഗ്രില്ലാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ, ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യുന്നവർ കഫേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഫേ ഇറ്റാലിയൻ നല്ല കഫേയാണ്. ഇവിടെ വരുന്നവർക്ക് വൺ ഡേ ഔട്ടായിട്ടൊക്കെ രാവിലെ വന്നിട്ട് പോകുന്നവർക്ക് ഇവിടെ വന്ന് കഴിക്കാം. നല്ല ആംബിയൻസ് ഉള്ള കഫേയാണ്. ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവിടുത്തെ ഭയങ്കര പ്രത്യേകതയാണ്. കാര്യം നല്ല സീ വ്യൂ ആണ് അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ അവിടെ 2 ഗ്രൂപ്പ് ആൾക്കാരുള്ളതുകൊണ്ട് നമുക്കവിടെ ഇരിക്കാൻ പറ്റിയില്ല. നല്ല അടിപൊളി വ്യൂ ഉള്ളൊരു സ്ഥലമാണത്. എന്താ പറയുക, ഇവിടെ ഇപ്പോൾ ഞാൻ കണ്ട റെസ്റ്റോറൻറ്റ്സിലും കഫേയിലും ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ. ഇതിനിപ്പോൾ തന്നെ 1, 2, 3, 4, 6 ടേബിൾസോളം ഫിൽഡാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കഫേ ഇറ്റാലിയാനോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ വൈബ്. വൈകിട്ടൊക്കെ ഭയങ്കര രസമാണ്. നല്ല ഫുഡും ഉണ്ട് ഇവിടെ. അപ്പോൾ കഫേ ഇറ്റാലിയാനൊന്ന് ഇറങ്ങി നമ്മളിങ്ങനെ തിരിച്ച് വണ്ടിയിലേക്ക് പോവാണ്. എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വലിയ റേറ്റ് ഒന്നും ആയില്ല. ഞങ്ങൾക്ക് 2 എക്സ്പ്രസോ കോഫിക്കും ഒരു ചിക്കൻ ലസാനി 550 റുപ്പീസാണ് ആയത്. അപ്പോൾ വർക്കല വരുന്ന ഒരു കഫേ ഇറ്റാലിയന് പോവുക, ഇവിടുത്തെ ക്ലിഫൊക്കെ ചുറ്റി അടിച്ച് കാണുക, വൈകിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗുമായി വീണ്ടും കാണാം. ബൈ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ അമർത്തിയാൽ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ബൈ.